ആഡിയേഴ്സ് നമ്മളുടെ 2025 ഇൻറ്റഗ്രേറ്റഡ് LLB കോഴ്സിലേക്കുള്ള അഡ്മിഷനായിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എൻട്രൻസ് കമ്മീഷൻ തന്നെയാണ്, അല്ലെങ്കിൽ കീമിൻ്റെ അഡ്മിഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഈ LLBയുടെ അഡ്മിഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സിന് ചേരാവുന്നതാണ്. +2ന് നിങ്ങൾക്ക് 45% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിന് കൊടുക്കാം. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40% മതി. ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ 42% മതി കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എല്ലാ റിസർവേഷൻസും ഇവിടെ ഉണ്ട്. പക്ഷേ ആ റിസർവേഷൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? കേരളീയനാണ് എന്ന് തെളിയിക്കണം. സോ നേറ്റിവിറ്റി പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. നിങ്ങൾ കേരളത്തിൽ തന്നെ ജനിച്ചൊരു കുട്ടിയാണ് എങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ അത് പറയുന്നുണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് തന്നെ നേറ്റിവിറ്റി പ്രൂഫിൻ്റെ പ്ലേസിലും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതല്ല നിങ്ങൾക്ക് അങ്ങനെ SSLC സർട്ടിഫിക്കറ്റിൽ പറയുന്നില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി പ്രൂഫ് കൊടുക്കാം. പാസ്പോർട്ടിൻ്റെ കോപ്പിയും നേറ്റിവിറ്റി പ്രൂഫായിട്ട് സാധാരണ അംഗീകരിക്കാറുണ്ട്. ഇനി നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ല, നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചതാണെങ്കിലും നിങ്ങളെ കേരളീയരായിട്ട് തന്നെ കണക്കാക്കും. സോ അതിനായിട്ട് അവിടെ 2 സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. ഓർക്കുക, 2 സർട്ടിഫിക്കറ്റ് ഒരു സ്ഥലമുള്ള അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആക്കിയിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലേസിൽ ജസ്റ്റ് ഫോട്ടോ എടുത്ത് അവിടെ അപ്ലോഡ് ചെയ്യല്ല, ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് PDF ആയിട്ടാണ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും കേരളത്തിൽ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾ കേരളീയനാവണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കണം കേട്ടോ. അതായത് ഓർക്കുക, നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ല, പാരൻസിൻ്റെ കെയർ ഓഫിലാണ് നിങ്ങൾ കേരളീയനാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവരിൽ ആരെങ്കിലും ഒരാളുടെ ഈ പറയുന്ന SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ ഏതാണോ നിങ്ങൾക്ക് പ്രൂഫായിട്ടുള്ളത് അതും നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും. സാധാരണ അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാറുണ്ട്. നിങ്ങളത് അതും കൂടി രണ്ടും കൂടി മെർജ് ചെയ്ത് ഒറ്റ PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഇത് സ്റ്റേറ്റ് നടത്തുന്ന കൗൺസിലിംഗ് ആണ്, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. സോ ഇവിടെ വേണ്ട സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റാണ്. നമ്മൾ കീമിൽ കൊടുത്തതോ ക്യുസാറ്റിൽ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെ ഇവിടെയും കൊടുക്കാവുന്നതാണ്. പക്ഷേ JEക്ക് വേണ്ടി വാങ്ങിച്ച സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നീച്ചിനൊക്കെ വേണ്ടി അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റോ ഒന്നും ഇവിടെ അംഗീകരിക്കില്ല. അത് വീണ്ടും നിങ്ങൾ മിസ്റ്റേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രൊഫൈൽ വെരിഫിക്കേഷൻ സീഡ് വന്നിട്ടില്ലേ, അതുപോലെ എൻട്രൻസ് കമ്മീഷണർ ഈ ഒരു വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആദ്യം തന്നെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വില്ലേജ് ഓഫീസിൽ നിന്നാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുക, തഹസീൽദാറിൽ നിന്നാണെങ്കിൽ തഹസീൽദാറിൽ നിന്ന് വാങ്ങുക. പിന്നെ കൂടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ OBC NCL അക്ഷയ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഒന്നുമില്ല, അക്ഷയയിൽ നിന്ന് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ് മതി. പക്ഷെ നമ്മൾ നേരിട്ട് വാങ്ങുന്ന പല സർട്ടിഫിക്കറ്റുകളുണ്ട്, അതിൻ്റെയൊക്കെ ഫോർമാറ്റ് നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ട്. പ്രോസ്പെക്ടസിൽ നിന്ന് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നിങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടി പോകേണ്ടത്. അല്ലാതെ അവിടെ നിന്ന് എഴുതി തരുന്ന ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ വാങ്ങിയ സർട്ടിഫിക്കറ്റിന് വിലയില്ലാതായി പോകും. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം കൂടി ഓർക്കുക കേട്ടോ. നിങ്ങൾ കീമിനാണെന്നൊക്കെ എവിടെ പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ കീം എന്നല്ല, ഇതുപോലെ LLB അഡ്മിഷനാണ് എന്ന് നിങ്ങൾ പറയുക കേട്ടോ. ഓക്കെ, ഇനി വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ പറഞ്ഞു. നമ്മൾ +2 ഇത്ര % മാർക്കുള്ള കുട്ടിക്ക് ഇതിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ വേറൊരു ഇപ്പോൾ +2 അല്ലാത്ത കുറച്ച് പേരും കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള +2 പരീക്ഷ പാസ്സാവുകയോ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള യോഗ്യത നേടുകയോ ചെയ്തിരിക്കണം. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് സർക്കാർ അംഗീകൃത സ്ഥാപനം നൽകുന്ന 10ാം ക്ലാസ്സിന് ശേഷമുള്ള 3 വർഷത്തെ, അതായത് +2 പാസ്സായവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെയുള്ള കുറച്ച് പേരുടെ കാര്യമാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാം ഉണ്ട്. സോ അതിൻ്റെ മാർക്കിൻ്റെ ബേസിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഈ ഒരു അഡ്മിഷൻ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കോളേജസ് വരുന്നത് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ നമുക്കുള്ള ഗവൺമെൻറ് ലോ കോളേജുകളിലെ ഫുൾ മെറിറ്റ് സീറ്റും അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷനാണ് ഈ ഒരു എൻട്രൻസ് എക്സാം വഴി നിങ്ങൾ ക്വാളിഫൈ ആയിട്ട് എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം.
എടുക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻട്രൻസ് എക്സാം നടത്തുന്നത് 25/5/2025 നിലവിലെ ഡേറ്റ് പറഞ്ഞേക്കണേ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വെബ്സൈറ്റ് വഴി നിങ്ങളെ തന്നെ അറിയിക്കുന്നതാണ് കേട്ടോ. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇതിൽ നമ്മൾക്ക് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മാർക്ക് വെച്ചിട്ടാണ് കറക്റ്റ് ആൻസറിനെ. അപ്പോൾ നമുക്ക് 360 മാർക്ക്. ഇനി ഏതെങ്കിലും ഒരു ആൻസറൊക്കെ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ഉണ്ട്. സോ 1 മാർക്ക് മൈനസ് ഉണ്ടെന്നുള്ളതും കൂടി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത് 2 മണിക്കൂർ എക്സാം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ GK വരുന്നുണ്ട്, പിന്നെ മാത്സ് മാനസിക ശേഷി അളക്കുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആ ഒരു ലോ പഠനത്തിനുള്ള അഭിരുചി നോക്കാനായിട്ട് അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാലും ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ്, അതായത് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് LLB പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടുന്നതിന് ജനറൽ SCBC വിഭാഗക്കാർ ആകെ 360 മാർക്കിൻ്റെ 10% നേടിയിട്ടുണ്ടാവണം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5%. അതായത് 360-ലാണെങ്കിൽ 10% മാർക്കെങ്കിലും നിങ്ങൾ നേടിയാലാണ് ഇതിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറി പറ്റുള്ളൂ. മനസ്സിലാവണ്ടോ? പിന്നെ നല്ല കോളേജിലൊക്കെ വരണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റാങ്കുകൾ വന്നാലാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കാനും പറ്റുള്ളൂ. SC/ST ആണെങ്കിൽ 5% മാർക്ക് മതിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഫീസുണ്ട്. നമുക്ക് SC/ST കാൻഡിഡേറ്റ്സിന് 450 രൂപയാണ്. ബാക്കി എല്ലാവർക്കും ഫീസ് വരുന്നത് 900 ആണ് ഫീസ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ലാസ്റ്റ് ഡേറ്റ് നിലവിൽ തന്നേക്കുന്നത് 14/5/2025 വൈകിട്ട് 5 മണി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഫീസ് നിങ്ങൾക്ക് ഓൺലൈനോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എങ്ങനെ വേണമെങ്കിലും ഫീസ് കൊടുക്കാവുന്നതാണ്. ഈ ഫീസ് പ്രത്യേകിച്ച് നമ്മൾ തിരിച്ച് കിട്ടുമൊന്നുമില്ല. നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അത് തിരിച്ച് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് കറക്റ്റായിട്ട് തന്നെ എടുത്ത് വെക്കുക. നമ്മളിതങ്ങോട്ട് അയച്ചൊന്നും കൊടുക്കണ്ട. നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിനായിട്ടും അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് ഹാജരാക്കാനും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്കൊന്ന് എടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിപ്പോൾ വേണ്ട സർട്ടിഫിക്കറ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. നമ്മളുടെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ കൂടുതൽ കൺഫ്യൂഷനുള്ള ചില കാറ്റഗറികളുണ്ട്. കേരളീയൻ 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേർക്കും കൂടി കേരളീയൻ എന്നുള്ള പദവി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രോസ്പെക്ടസ് ക്ലോസ് 9 പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ അതിലുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പ്രോസ്പെക്ടസ് എടുത്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SCBC അല്ലെങ്കിൽ OEC ഇതൊന്ന് ശ്രദ്ധിച്ച്. SCBCക്കാർക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ OEC അതിൻ്റെ കാര്യം ഞാൻ താഴോട്ട് പറഞ്ഞുതരാം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാനത് താഴേക്ക് പറയാം. അതായത് നിങ്ങൾ NCL അല്ലെങ്കിൽ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരാത്ത OEC സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നുള്ളത് ഓർക്കുക കേട്ടോ. അതായത് സാധാരണഗതിയിൽ SCBC അല്ലെങ്കിൽ OECക്ക് നമുക്ക് OBC NCL സർട്ടിഫിക്കറ്റ് മതി. അത് നമുക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതല്ല, നിങ്ങൾ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരാത്ത OEC വിദ്യാർത്ഥികളാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അറിയില്ലെങ്കിൽ അക്ഷയയിൽ ചെല്ലുമ്പോൾ ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് അതും അക്ഷയ വഴി തന്നെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഇനി നേരിട്ട് പോകണം എന്ന് പറയുവാണെങ്കിൽ ഈ പറയുന്ന പോലെ അനക്സ് നമ്മുടെ ഇതിൻ്റെ ഫോമാറ്റ് ഈ പ്രോസ്പെക്ടസിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പോകുക കേട്ടോ. അത് സാധാരണ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ലാതെ വില്ലേജ് ഓഫീസിൽ തന്നെ കിട്ടുന്നതാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, അത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ള കാരണം വേറൊന്ന്, നിങ്ങളുടെ പാരൻസ് ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ അതിലൊരാൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു തഹസീൽദാറിൽ നിന്ന് നൽകിയ നമ്മൾ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ SC/STയുടെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതായത് നമുക്കറിയാലോ SC/ST റാങ്ക് വളരെ കുറഞ്ഞുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഫീ കൺസെഷൻ പോലും ഈ ഒരു SC/ST കാൻഡിഡേറ്റ്സിനുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി EWSൽ പ്രത്യേകിച്ച് ഓർക്കുക, EWS സർട്ടിഫിക്കറ്റൊക്കെ ഫോമാറ്റിൽ തന്നെ വാങ്ങാനൊക്കെ ഓർക്കുക കേട്ടോ. നിങ്ങൾ നേരിട്ട് പോയി വാങ്ങുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഈ ഫോർമാറ്റ് പ്രോസ്പെക്ടസിലുണ്ട്, അതിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പ്രത്യേക അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം.
അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫീ കൺസെഷൻ ഉള്ളതാണ്, അവർക്ക് അങ്ങനെ ആയിട്ടുള്ള കുട്ടികൾക്ക്. അപ്പോൾ അത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. ഓർക്കുക, അത് നമ്മൾ നേരിട്ടാണല്ലേ പോയി വാങ്ങുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമാറ്റ് പ്രോസ്പെക്ടസിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റായിട്ട് വേണം നിങ്ങൾ അവിടെ ചെല്ലാനുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ അതിൽ സീലും സൈനും വച്ചിട്ടുണ്ടോയെന്ന്. ഏത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ അതിൽ സീലും സൈനും വന്നാലാണ് അതിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുമ്പോൾ അതുണ്ടോയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അത് വെച്ചിട്ട് പോരാ. കാരണം ഇപ്പോൾ തിരക്കിൻ്റെ സമയമാണ്, എല്ലായിടത്തും അഡ്മിഷൻ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ അത് വിട്ടുപോകും. നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നോക്കാന്നുള്ളത്. സോ അതൊക്കെ നോക്കിയിട്ട് തന്നെ വാങ്ങാം കേട്ടോ. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ഇതാണ് വെബ്സൈറ്റ് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഇവിടെ പ്രോസ്പെക്ടസ് കിടക്കുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കിടക്കുന്നുണ്ട്. അതിൽ ഓരോ സർട്ടിഫിക്കറ്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കണം. അതുപോലെ തന്നെ പിന്നെ വേണ്ട കാര്യം നമുക്കറിയാം, നെറ്റും കമ്പ്യൂട്ടറൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അത് പറഞ്ഞോട്ടാണ് മെയിൽ ID മൊബൈൽ നമ്പറും കൊടുക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങളുടെ തന്നെ. നിങ്ങളിപ്പോൾ കഫേയിലോ അക്ഷയയിലോ ആണ് പോയി ചെയ്യണമെങ്കിൽ അവിടെ ഒന്നും കൊടുക്കരുത്, നിങ്ങളുടെ തന്നെ കൊടുക്കുക. OTP വന്നാൽ, ഒരു മെസ്സേജ് വന്നാൽ, അല്ലെങ്കിൽ ഒരു മെയിൽ വന്നാൽ അറിയണ ഒരു കാര്യം തന്നെ കൊടുക്കുക. അത് പിന്നെ മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് ആദ്യത്തെ രജിസ്ട്രേഷനിൽ അത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് കഴിയുന്ന വരെ നമ്മുടെ കയ്യിലുള്ളതായിരിക്കണം. ഒരു മെസ്സേജ് വന്നാൽ നമ്മൾ അറിയേണ്ടതായിരിക്കണം. ഇനി വേണ്ട ഡോക്യുമെൻറ്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നേറ്റിവിറ്റി പ്രൂഫിനായിട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞ് നേറ്റിവിറ്റി പ്രൂഫ് തെളിയിക്കാനും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ ചിലവർക്ക് SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തന്നെ നേറ്റിവിറ്റി പ്രൂഫായിട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് PDF ആക്കി അവിടെ നിങ്ങൾ നേറ്റിവിറ്റി പ്രൂഫിൻ്റെ സ്ഥലത്ത് SSLC സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ക്ലിയറായിട്ട് കൊടുക്കുക കേട്ടോ. NCL സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളത് തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നാണ് വാങ്ങേണ്ടത്. OEC കാൻഡിഡേറ്റ്സിന് ഇതിൽ വരാത്ത കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുക കേട്ടോ. ഇനി ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ കാര്യം പറഞ്ഞു. ഓരോന്നിൻ്റെ അനെക്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഫോമാറ്റ് ഏതിലാണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. സോ അത് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കീമിലൊക്കെ വാങ്ങിയതുണ്ടെങ്കിൽ അത് തന്നെ മതി. ഹിസാറ്റിൻ്റെ അഡ്മിഷന് വേണ്ടി വാങ്ങിയതോ കീമിൽ വാങ്ങിയതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതി. പക്ഷേ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വാങ്ങിയ സർട്ടിഫിക്കറ്റുകളൊന്നും ഇതിൽ പറ്റൂല എന്നുള്ളത് പ്രത്യേകം തന്നെ ഓർക്കുക കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞു. ഓൾറെഡി അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടക്കാം എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഇവിടെ ഈ നമുക്ക് കുറച്ച് ഇമേജുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, ലൈക്ക് നമ്മുടെ സിഗ്നേച്ചർ, ഫോട്ടോ. അപ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വേണം, എത്ര പിക്സലാണ്, ഹൈറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അക്ഷയയിലൊക്കെ പോയാണ് ചെയ്യണമെങ്കിൽ അവർക്കറിയാം. ഇപ്പോൾ കീമിൻ്റെ ആ ഒരു സൈസും ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വ്യത്യാസമില്ല. പിന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാര്യം അറിയാനായിട്ട് സാധിക്കും കേട്ടോ. സ്റ്റെപ്പ് വൈസ് ആയിട്ട് ആദ്യത്തെ രജിസ്ട്രേഷൻ. അപ്പോൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ, രജിസ്ട്രേഷനിൽ നമ്മുടെ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യൂലേ, അതൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം. പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഈ പാസ്വേഡൊക്കെയാണ് വേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീസ് അടക്കുക. ആപ്ലിക്കേഷൻ ഫീസ് അടച്ചാലാണ് നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അതിനുശേഷം നമ്മുടെ ഇമേജസ് അപ്ലോഡ് ചെയ്യുക. പറഞ്ഞിരുന്ന ഫോമാറ്റിൽ നമ്മുടെ ഇമേജസ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ അത് PDF ഫോമാറ്റിൽ തന്നെ ആയിരിക്കണം. ഫയൽ സൈസ് പറയുന്നുണ്ട് 10 KB-ലും 500 KB-ലും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, ഈ PDF റീഡ് ചെയ്യാൻ പറ്റണം. ഇതൊരു മാനുവൽ പ്രോസസ്സ് അല്ല, സോഫ്റ്റ്വെയറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ക്ലിയർ ആയിട്ട്, ബ്ലറായി പോകരുത്. PDF ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പിന്നെ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ നിങ്ങൾ കയ്യിൽ വെക്കണം. അഡ്മിഷൻ്റെ സമയത്ത് നമുക്കിതൊക്കെ ആവശ്യമുള്ളതാണ്. സോ ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നമ്മൾ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
ഇത് പ്രത്യേകിച്ച് ഇനി പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു പേജ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്ക് എങ്ങോട്ടും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മളത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഹൗ ടു പേ ആപ്ലിക്കേഷൻ ഫീസ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇതുണ്ട്, രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 14/5/2025 വരെയാണ് ഈ ഒരു ഡേറ്റ് വരുന്നത്. സിയുടെ വെബ്സൈറ്റാണ്, ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ, വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് എടുക്കാൻ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ ജസ്റ്റ് കീം 2025 അടിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ഒരു 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് LLBയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വന്ന് എടുക്കേണ്ട, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.